പഠിച്ചോനെ ഇനിയിപ്പൊ ആർക്കൊക്കെ പൈസ കൊടുക്കാനാ? കല്യാണത്തിന് വന്ന ആൾക്കാർക്കൊക്കെ ഇനിയിപ്പോ തിരിച്ചും കൊടുക്കണ്ടേ? ഒക്കെ 500 ഒക്കെ 500 വെച്ചിട്ടുണ്ടെങ്കിൽ 1000 കൊടുക്കണ്ടേ? പഠിച്ചോനെ വെച്ച ഇത് ഇതിക്കും നല്ല പൈസ ഒന്നും വാങ്ങായിയാണ്. എന്തായാലും ആ ചെക്കനോട് പറയണം. ജമീലാന്റെ മകളെ കല്യാണല്ലേ ഇപ്പൊ അടുത്ത ആഴ്ച. എത്ര വെച്ചേക്കണു? 1000 ഉറുപ്പിയെ? 500 പോലും കൂട്ടി കൊടുക്കാൻ പറ്റുമോ? എത്ര ഇപ്പൊ കൂട്ടി കൊടുക്ക? 2000 എന്തായാലും വെക്കണ്ടേ? പറയുമ്പോ ഓൻ ഗൾഫിലാണെന്നുള്ളേക്കാരം ഓനൊക്കെ വിചാരം. നല്ല പൈസയാണ് നീക്കാരം. ഇപ്പൊ എന്തായാലും ഇപ്പൊ 2000 ഉറുപ്പിയേലും വെക്കേണ്ടി വരും. മായ അയച്ചുണ്ടല്ലോ. ആ പെണ്ണ് തിരുമ്പിയൊക്കെ എടുത്തേക്കാണോ? ജാസ്മിയെ, 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 ഈ പെണ്ണ് തീ എവിടെ പോയി കിടക്കണത്? ഏടി എന്തമ്മ ഇജ് എവിടെയെന്ന്? ഞാൻ എത്ര നേരമായി എന്നെ വിളിക്കണത്? എനിക്ക് ചൂടൊന്നും കേക്കാല്ലേ? ഞാനവിടെ അടുക്കളയില് പാത്രം മോറുന്നേ, പൈപ്പ് തിരിച്ചിട്ടിന്ന് അതേ കാര്യം കേട്ടിട്ടില്ല. എന്തിയെ ഇജ് ആ പുറത്തുനിന്ന് ആ തിരുമ്പി എടുത്ത് വെച്ചിക്കണ? മഴയാണല്ലോ പെജ്ജണേ. അതാ ഞാൻ മറന്നെടുത്തേക്കാന്. ഇജ് മറക്കും. ഏത് നേരം ഒരു ഫോണും തോണ്ടിക്കാണ്ട് നടക്കലല്ലേ എനിക്ക് പണി? വേറെ എന്തേലും പ്രത്യേകിച്ച് പണിയുണ്ടോ? അപ്പൊ മറവിയൊക്കെ ഉണ്ടാവും. ഇമ്മാക്കൊന്ന് പോയിട്ട് എടുത്തു വെച്ചൂടായില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നനയിലായിന്ന്. ഇനി ഞാൻ ഈ വെജാത്ത കാലുകൊണ്ട് മണ്ടി പോയി എടുത്തേക്കണല്ലേ? പോരാത്തതിന് നല്ല വെയ്ക്കലും. അവിടെ എങ്ങാനും വെളുക്കി വീണിട്ടുണ്ടെങ്കിൽ എന്താ കാട്ടുക? പിന്നെ അന്നെ ഇവിടെ വെറുതെ ഇരുത്താൻ വേണ്ടി കൊടുന്നോന്നല്ലല്ലോ, എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചാനും കൊടുന്നോന്നല്ല. എന്താ ഇങ്ങനെ നോക്കി നിക്കണത്? ഒന്ന് പോയിക്കൂടെ? ഇനി പിന്നെങ്കിലും പോയിട്ട് തുണി കുപ്പായൊന്നും എടുത്തിട്ട് ആ ഇറയത്തേക്കൊന്നും ഇട്, നല്ല പിരിഞ്ഞങ്ങാണ്ട്. എന്റെ മകന് കെട്ടിക്കൊടുന്നൊരു പെണ്ണാണല്ലോ. വല്ലാത്തൊരു കഷ്ടം. നക്ക് പിന്നെ ഗതിയില്ല. എന്റെ മകൻ ഗൾഫുകാരനാന്നുള്ളത് കണ്ടുങ്ങാണ്ട് കെട്ടിയതാണ്. ഇങ്ങനത്തെ ഒന്നിനാണല്ലോ പടച്ചോനെ ഇങ്ങോട്ട് കൊടുക്കുന്നത്. കൈയേറ്റൊന്നും വെച്ച ഈ പണി എടുക്കാതിരുന്നിട്ടാ തോന്നുന്നുണ്ട്. ഊരൊക്കെ നല്ല വേദന ഉണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ ഞാൻ പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. എന്നാലും വേണ്ടില്ല, വേദന എന്നാലും വേണ്ടില്ല, ഞാൻ പണിയെടുക്കൂല. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് എവിടെ തിന്നണ്ട. ഇപ്പൊ വിളിക്കുന്നു. അറിയാത്തൊരു നമ്പറാണല്ലോ. ഹലോ, വാലേക്കും അസ്സലാം. ആരാണ്? സാബിർ. സാബിർ പറയടി, എന്താപ്പോ ഒരു വിളിയൊക്കെ? 40? ഇക്കപ്പൊ തന്നെ തോന്നിക്കണ ഒരു കാര്യമില്ലാതപ്പോ ഇജ്ജ് വിളിക്കൊന്നുമില്ലാന്ന്. എന്നാണ് എന്നിട്ട്? വരുന്ന ഞായറാഴ്ച? ആടി ഞങ്ങള് വരണ്ടി. എപ്പളാ പരിപാടി? ഉച്ചക്കില്ലേ? ആടി ഞങ്ങള് വരണ്ടടി. ഇപ്പൊ അതൊക്കെ ഇങ്ങനെ ഇപ്പൊ എല്ലാരോടും നേരത്തെ വിളിച്ച് പറയാനുണ്ടോ? ഒരാളോട് പറഞ്ഞാ മതി. വേണ്ട വേണ്ട, ചെക്കൻക്ക് ഇജ്ജ് വിളിച്ചു പറയൊന്നും വേണ്ടടി, അത് ഞാൻ പറഞ്ഞോണ്ട്. ഓളോട് ഞാൻ തന്നെ പറഞ്ഞോണ്ട്. ഇജ്ജ് ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ വിളിച്ച് പറയൊന്നും വേണ്ട, എന്നോട് പറഞ്ഞാ മതി. അമ്മൂട്ടിക്ക് ഞാൻ പറഞ്ഞോണ്ട്, മുട്ടിനോട് ഞാൻ പറഞ്ഞോണ്ട്. ഇജ്ജ് ഇപ്പൊ അതൊന്നും പറയണ്ട. ആയിക്കോട്ടെ എന്നാല്. എന്നാ വെച്ചാ എല്ലാവർക്കും വിളിച്ച് പറഞ്ഞാലോ. എന്നാ ശരി എന്നാല്. ഇപ്പൊ 40. ഇനിയിപ്പൊ അതിന് പണ്ടം കെട്ടും വേണ്ടി വരും. ഉമ്മ എന്തിയെ? ഇക്ക പൈസ അയച്ചിക്കണു. അയച്ചിക്കണാ? ഈ മാസം എത്ര ഉണ്ടാണാവല്ലേ? എന്തായാലും ഈ മാസം നല്ല ചെലവ് കൂടുതലാണ്. 3000 ഉറുപ്പ്യുള്ളൂ ഈ മാസം. 3000 ഉറുപ്പ്യേ? ഈ 3000 ഉറുപ്പ്യ കൊണ്ടൊക്കെ എന്ത് കാര്യം നടക്കാനാണ്?
ഇക്കാക്ക് ഫുള്ള് പൈസ കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഓനക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലേ ആരേക്ക് എന്തെങ്കിലും കടം വാങ്ങാൻ പറയും. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കൊന്നും വേണ്ടപ്പത്. ഇക്കാക്ക് അവിടെയും കുറച്ച് കടങ്ങൾ ഉണ്ടല്ലോ. പിന്നെ അറബിക്ക് തന്നെ ഉണ്ട് കുറച്ച് പൈസ കൊടുക്കാന്. അപ്പൊ അത് കുടിച്ചിട്ട് പകുതിയെ കൊടുത്തിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. ഇങ്ങനെ അമ്മൂട്ടിയുടെ കുടിരിക്കലാണ് വരുന്നത്. ആങ്ങളെ എന്നുള്ള നിലക്ക് പോകാൻ എന്തേലും സാധനം വാങ്ങി കൊടുക്കണ്ടേ? എന്തെങ്കിലും അല്ല, പെരന്റെ ഉള്ളിൽ സകല സാധനങ്ങളും ഇവിടുന്നാണ് കൊണ്ടുപോകേണ്ടത്. അതൊക്കെ ഞാൻ ആരാ നോക്കുക? ഇപ്പൊ ഇങ്ങനെ പൈസ അയച്ചു കഴിഞ്ഞാല് സ്വന്തം കാര്യത്തിന് എടുത്തു വെക്കേകാരേ. അല്ല അമ്മയ്ക്ക് അങ്ങനെ ഒന്നും എടുത്തേക്കണൊന്നുമില്ല. അല്ല അമ്മയ്ക്ക് അങ്ങനൊന്നല്ല. എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞതിന്റെ മുന്നേ എത്ര ഉറുപ്പ്യ മാസം മാസം അയച്ചിരുന്നത്. ഇപ്പൊ ഇജ്ജ് വന്നതിന്റെ ശേഷം എല്ലാ മാസവും പൈസ കുറഞ്ഞു വരിക. ഇപ്പൊ ഈ മാസം 3000 ഉറുപ്പ്യ. ഈ 3000 ഉറുപ്പ്യ കൊണ്ട് എന്ത് കാട്ടാനാണ്? എന്റെ കാര്യത്തിന് എന്തിനേലും അയച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നാളാ. ഈ മാസം ഒന്നും ഇല്ല അമ്മ. എന്റെ കാര്യത്തിനൊന്നും അയച്ചിട്ടുണ്ടാവൂല. ഇപ്പൊ തൽക്കാലം ചെല്ല, പണികളൊന്നും ഇല്ലേ? ഞാൻ വാങ്ങിക്കോളാം എന്റെ കുറച്ച് ഏട്ടെ. എനിക്ക് ഇവിടക്കൊന്ന് ഡോക്ടറെ അടുത്തൊന്ന് പോവും വേണം. എന്റെ കാലിന്റെ മുട്ടോണ്ട് ഊരോണ്ടൊന്നും തീരെ വെച്ച. ആ പൈസ ഇങ്ങോട്ട് കാട്ടിട്ടാ. ഞാൻ ചോദിച്ചുമ്പോ തന്നാ മതി. നിങ്ങള് പോകുമ്പോ ചോദിച്ചാ മതി, അപ്പൊ ഞാൻ തരാം. ഓളെ വിചാരം ഞാൻ ഒന്നും അറിയണില്ല. 10,50,000 ഉറുപ്പ്യ മാസം ശമ്പളം ഉള്ള ഓൻക്ക് ഇങ്ങോട്ട് എനിക്ക് പൈസ അയക്കാൻ വെച്ചാ. അന്ന് വെറും 3000 ഉറുപ്പ്യ അത്ര നിക്ക അയച്ചിരിക്കണത്. അവന്റെ ശമ്പളം എത്രയാണ് ഒക്കെ നിക്കറിയണല്ലേ. എന്നിട്ട് ഓലൊരു നാടകവും. എന്റെ അടുത്ത് നടന്നതന്നെ കല്യാണത്തിന് മുന്നേ എല്ലാ പൈസയും എനിക്ക് അയച്ചിരുന്നവനാണ്. ഇപ്പൊ ഒക്കെ ചീലൊക്കെ മാറി. എന്റെ മകളെ കൂടിയിരിക്കലാകുമ്പോത്തിന് എന്തേലും തന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ അപ്പൊ എന്റെ സ്വഭാവം മാറും. പേരന്റെ ഉള്ളിൽ തന്നെ ഞാൻ നിക്കാൻ സമ്മതിക്കൂല. പൈസ ആണെങ്കിൽ കെജുവാനയക്കണം. ഇനിയിപ്പോ ആരോടെ ഞാൻ പറയാ? ഇനിയിപ്പോ ആഴ്ച 3000 ഉറുപ്പ്യ തന്നെ ഞാൻ റീചാർജും ചെയ്യേണ്ടി വരും. അതൊക്കെ ഇപ്പൊ ആരാ അറിയണത്? ഒരു കാര്യം ഉമ്മാക്കൊന്നും അറിയണ്ട. എങ്ങനെയാണ് ആ പാവ അവിടെ നിക്കണെന്ന് പോലും ഉമ്മ ചിന്തിക്കണില്ല. ഒരു നേരം വിളിച്ചിട്ട് എന്താ എന്റെ പാട്, എന്തേലും തിന്നൂന്ന് പോലും ഒന്നും ചോദിക്കണില്ല. ഞങ്ങള് രണ്ടോ എങ്ങനെ കഴിയണമെന്ന് പോലും ഒരാൾക്കും അറിയില്ല. ഈ പ്രവാസികളൊക്കെ അവസ്ഥ എല്ലാരുടെ അവസ്ഥ തന്നെ ആവും. എല്ലാരും കുറ്റം പറയാൻ പറ്റൂല. ചിലടത്ത് മാത്രല്ല ഇപ്പൊ ഇത് നടക്കണുള്ളൂ. ചില അമ്മമാരൊക്കെ എന്ത് സ്നേഹ. ആ ഭാഗ്യൊന്നും എന്തായാലും ഇപ്പൊ നിക്ക് കിട്ടൂല. ഇക്ക് ചെലവിന് അയച്ചുക്കണോന്നുള്ള ടെൻഷൻ ഇക്കൊന്നും അയച്ചിട്ടില്ലല്ലോ. പിന്നെന്താ ഇമ്മ ഇങ്ങനെ? ഉമ്മാന്റെ വിചാരം ഞാൻ വന്നതിന്റെ ശേഷം ഇക്കാന്റെ പൈസ മൊത്തം ഞാൻ വാങ്ങിയേക്കാന്ന്. ഓലെ മോളെ മാപ്പിളക്ക് ഗൾഫ് പോവാനൊക്കെ ഇക്കന്നല്ല പൈസ കൊടുത്ത്. അതൊക്കെ വീട്ടിക്കൊണ്ടിരിക്കല്ലേ ഇപ്പൊ പാവം. പെരന്റെ ലോണും. എന്നാണാവോ ഞങ്ങളൊന്ന് ഒരുമിച്ച് നല്ലപോലെ ജീവിക്ക. പറഞ്ഞ് നാവെത്തിട്ടില്ല. വിളിക്കണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കും. റൂമ് പോയിട്ട് എടുക്കാം. ഇക്ക പറയ്. എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ അവിടെ അപ്പുറത്തേന്നു, അതാണ് ഫോൺ എടുക്കാഞ്ഞ്. എന്റെ മുഖം വല്ലാതിരിക്കണ്, എന്താ പറ്റി? ഏക്ക് കുഴപ്പമൊന്നുമില്ല ഇക്ക. എന്റെ ചെറിയൊരു തലവേദന ഉണ്ട്. അപ്പൊ തോന്നിയത് ഇക്കാരം. എനിക്കറിയാലോ എന്റെ മുഖം മാറിക്കഴിഞ്ഞാല് ഇമ്മാക്ക് പൈസ കൊടുത്ത് തേഞ്ഞിട്ടുണ്ടാവൂലേ അല്ലേ? എന്നോട് ദേഷ്യമൊക്കെ കാട്ടിയിട്ടുണ്ടാവും. ഉമ്മാക്ക് പൈസ തയ്യായിട്ട് തന്നെ നിങ്ങള് പറഞ്ഞത് ശരിയാണ്. ഉമ്മാക്ക് അറിയില്ലല്ലോ ഇക്ക നിങ്ങക്ക് പൈസ കിട്ടിക്കണോ എന്നും. പിന്നെ എല്ലാത്തിനും കുറ്റം നിക്ക. ഞാൻ വന്നതിന്റെ ശേഷാണ് നിങ്ങക്ക് പൈസ ഇല്ലാതായത്. പിന്നെ നിങ്ങൾ അയക്കണ പൈസ മൊത്തം ഞാൻ എടുക്കുകയാണ്. അങ്ങനെ കൊറേ ഉണ്ട്. ഈ ഒന്ന് ക്ഷമിക്കടി, കുറച്ചു കാലം കൂടി. എത്ര കാലിച്ചിട്ടാ ഇക്ക ക്ഷമിക്ക? നിങ്ങൾക്ക് ഒന്ന് നാട്ടിക്ക് വന്നൂടെ? ഒരു 10 ദിവസത്തെ ലീവിനെങ്കിലും. ഞാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ആ വരുന്ന പൈസ ഉണ്ടെങ്കിൽ കടം വീട്ടിക്കൂടെ? ഇക്കുമില്ല ഇക്ക ആഗ്രഹങ്ങളൊക്കെ. നിങ്ങളെ കൂടെ ജീവിക്കണമെന്ന്. ഒരു കുട്ടി പോലും ഇല്ല എനിക്ക്.
എന്നാ അതുണ്ടെന്നുള്ളൊരു ആശ്വാസത്തിലെങ്കിലും ഇവിടെ നിക്കാം. അപ്പൊ അതുമില്ല. എത്ര വെച്ചിട്ട് സഹിക്ക. ഇപ്പൊ നിങ്ങളെ പെങ്ങളെ കുടിരിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരുപാട് സാധനങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട് ഉമ്മ. നിങ്ങളെ കടത്തിന്റെ കാര്യമൊന്നും നിങ്ങളമ്മ നോക്കണില്ല. ഇളയമ്മ മെസ്സേജ് അയച്ചിരുന്നു 40 ആര്? സാബിറളയമേ? എന്താ പറഞ്ഞ്? ഓലെ മകന്റെ കുട്ടിയുടെ 40 അത്ര. നമ്മ എന്നോട് പറഞ്ഞിട്ടില്ലട്ടോ. പറയണ്ടാവും. ഒരു 2 ഗ്രാം എന്തേലൊക്കെ കൊടുത്താ മതി. ഒന്നും കൊടുത്തില്ലാന്നുണ്ടെ പിന്നെ നിങ്ങളെ അമ്മക്ക് പ്രശ്നക്കാരം. നമുക്ക് ഇന്റെ ഒരു വളം എന്തേലും പണയം വെക്കാം, എന്നിട്ട് അതിന് കൊടുക്കാം നമ്മക്ക്. എന്തേലൊക്കെ ചെയ്യണം. പിന്നെ എന്തേക്ക അങ്ങനൊക്കെ പോണ്. സുഖാണ്. നിങ്ങൾ എന്തേലൊക്കെ തിന്നിക്കണോ? ഇതെടുക്ക പോയി? ജാസ്മിയെ, ജാസ്മിയെ, ജാസ്മിയെ. നേരം 12 മണിയായി കഴിഞ്ഞാൽ അവിടെ കേറും ഔത്തേക്ക്. എന്നിട്ട് ഈ ഒരു ഫോണും തോണ്ടിക്കാണ്ട് ഇരിക്കലെന്നെ ഉള്ളു. ജാസ്മിയെ, ഇക്കമ്മ വിളിക്കണുണ്ട്. ഒരു 5 മിനിറ്റ് റൂമ് കേറിയാലോ അപ്പൊ അമ്മ വിളിക്കും. അന്ന് ഞാനവിടെ ചെല്ലട്ടെട്ടാ. ഞാൻ ഇല്ലെങ്കിൽ അതിന്റെ പേരും പറഞ്ഞിട്ട് കൊറേ ചീത്തേക്കേണ്ടി വരും. നിങ്ങള് വിളിക്കൊണ്ടുട്ടോ. ശരി എന്നാ. ഒന്ന് ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. എന്തമ്മ? അല്ല ഈ നേരം 12 മണി ആകുമ്പോത്തിന് ഡൗട്ട് കയറില്ല. ഇത് ആർക്കും എങ്ങനെ വിളിക്കണത്? 24 മണിക്കൂർ നമുക്ക് ഫോൺ വിളിയാണല്ലോ. അതിക്ക വിളിച്ചതാണ്. അല്ല ഓനക്ക് അവിടെ പണിയും തോരൊന്നും ഇല്ലേ? പിന്നെ എങ്ങനെ കൂലി ഇട്ടാനാ? എനിക്ക് 24 മണിക്കൂർ വിളിച്ച് കൊഞ്ചലല്ലോ എന്റെ പണി. പിന്നെ എന്റെ അഞ്ചത്തില്ലേ സാബിറ, ഓള് വിളിച്ചിരുന്നു. ഞാൻ എന്നോട് പറയാൻ മറന്നതാണ്. ഓളെ പേരക്കൂട്ടിന്റെ 40 അത്ര വരുന്ന ഞായറാഴ്ച. അപ്പൊ അതിന് വിളിച്ചതാണ്. ഉച്ചയാകുമ്പോത്തിന് തന്നെ അവിടെ ചെല്ലാൻ പറഞ്ഞിക്കണ്. എന്തായാലും ഒരു 2 പവനില് കുറഞ്ഞൊന്നും ഇപ്പൊ കൊടുക്കാനൊന്നും പറ്റൂല. എന്തിനമ്മ 2 പവനൊക്കെ കൊടുക്കണ? ഒരു 2 ഗ്രാമൊക്കെ കൊടുത്താ പോരെ? നമ്മളെടുത്തിപ്പോ അതല്ലേ ഉള്ളൂ. 2 ഗ്രാമോ? അല്ല എന്താ എന്റെ കഥ? ഇത് എന്റെ കുടുംബത്തിത്തെ പരിപാടി ഒന്നുമല്ല, എന്റെ കുടുംബത്തിത്തെ പരിപാടിയാണ്. പിന്നെ പോരാത്തതിന് എന്റെ മകൻ ഗൾഫിലുമാണ്. എന്നിട്ട് ഞാനൊരു 2 ഗ്രാമേറ്റ് ആൾക്കാരുടെ ഇടയ്ക്ക് നാണം കെടാനായിട്ട് പോവാ? ഇത് എന്തായാലും ആ വിളിക്കുമ്പോ പറയും എന്തായാലും 2 പവനില് കുറഞ്ഞൊന്നും കൊടുക്കാൻ പറ്റൂല. അങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പോയാ മതി. ഞാൻ ഇക്ക വിളിക്കുമ്പോ പറയാ. പറഞ്ഞ നിങ്ങക്ക് നന്ദി. പിന്നെ നിങ്ങക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ടാവണ കാലത്ത് ഓല് തിരിച്ചു തരൂ. ഇനിയിപ്പോ തിരിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്റെ മകൻക്ക് ഇപ്പൊ പണ്ടിട്ട് കെട്ടാനുള്ള പൈസയും സമ്പാദ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അതൊന്നും കുഴപ്പമില്ല. ജോ വിളിച്ചുമാൻ പറഞ്ഞാട്ടോ. ആരവിടെ ബെല്ലടിക്കുന്നു? കുഞ്ഞാപ്പൊക്ക, ഞാനേ മീന്റെ പൈസ വാങ്ങാൻ വേണ്ടി മീന്റെ പൈസ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് തന്നാ മതിയോ? ഇക്ക പൈസ അയച്ചിട്ടില്ല. ആയിക്കോട്ടെ എന്നാല്. എന്നാ ഞാനേ ആരേക്കുന്നെങ്കിലും ഒന്ന് വാങ്ങിയാലോ? നിങ്ങള് വാങ്ങിക്കോളി. ഞാൻ എവിടുന്നേലും ഒപ്പിച്ചിട്ട് കൊടുന്നേരാം. ശരി എന്നാ. കുറച്ചോനെ പൈസ ഇല്ലല്ലോ. ഇമ്മക്ക് ഇപ്പൊ പൈസന്റെ ആവശ്യമൊന്നും ഇല്ല. ഈ പൈസ ഒക്കെ ഒന്ന് കൊടുത്തൂടെ? ആരാടി അവിടെ വർത്താനം പറഞ്ഞില്ലേ? അത് കുഞ്ഞാപ്പൊക്കെ മീൻകാരനോ? എന്തിനാ? ഓല് പൈസ വെച്ചിട്ട് വന്നതാ മീൻ വാങ്ങിയതിന്റെ. അപ്പൊ ഈ പൈസ ഒക്കെ എന്താ കാട്ടണത്? മീന്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ കടം വാങ്ങി ഇങ്ങനെ കൂട്ടിയിട്ട് ഓനക്ക് ആ പൈസ ഉണ്ടാഴ്ചയാണ് കൊടുത്തൂടെ? പൈസ അയച്ചിക്കണോ ഇല്ല എന്നൊക്കെ നന്നായിട്ട് അറിയാം. നാളെ നേരം വെളുത്ത് അയാൾ ഈ പെരന്റുള്ളിൽ കയറരുത് കേട്ടോ. ഇത് എവിടുന്ന് എങ്ങനെയാണെങ്കിലും വേണ്ടിയില്ല ഓനോട് പറഞ്ഞിട്ട് ആ പൈസ വാങ്ങി കൊടുക്ക്. കടക്കാരിങ്ങനെ മുന്നിൽ ഇങ്ങനെ വന്ന് നിക്കണത്, അതും തിന്ന മീന്റെ പൈസ എടുക്കാൻ നാണുണ്ട് നിങ്ങൾക്കൊക്കെ.
ഇങ്ങക്ക് പൈസ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അത് തരുമോ? മീന്റെ പൈസ കൊടുക്കാനേ. ഇന്റെ പൈസ പൈസ എന്തായാലും തരൂല. ഇക്ക ആശുപത്രിക്ക് പോവാളാ. അത് കണ്ടിട്ട് ആരും നിക്കണ്ട. ഇജ്ജ് എവിടുന്ന് വായ കൊടുത്താലും വേണ്ടില്ല. എന്റെ മാപ്പിള വിളിച്ചുമ്പോ പറഞ്ഞാളാ ഇന്ന ആള് വന്നിന്ന് കണ്ടു എന്നുള്ളത്. എവിടുന്നാ ഞാൻ ഈ പൈസ ഉണ്ടാക്കുക റബ്ബേ? ആരോടാ ഞാൻ ചോദിക്ക? എല്ലാ മാസവും ഈ കടം വാങ്ങാനാണ് വിധി. മാസം പൈസ അയച്ചു കഴിഞ്ഞ് പിന്നെ ആ കടം വീട്ടാന് ഒരു ഉറുപ്പ്യ കയ്യിലും കൂടി ഉണ്ടാവില്ല. ആരോടാ ചോദിക്ക? എന്റെ ഉപ്പാക്കൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാലോ? അപ്പൊ അതിന്റെ അടുത്ത് ഉണ്ടാവൂല. ചോദിച്ചു നോക്ക, എന്തായാലും കിട്ടിയതായല്ലോ.